വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വെഡിംഗ് ആഭരണങ്ങൾ, ലൈറ്റ് വെയ്റ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ, ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഹയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വണ്ടൂർ ആൻഡ് എലങ്കൂർ. പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ. 15 വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ്, സാനിറ്ററി വെയർ, ചെട്ടിയറമ്മൽ, വണ്ടൂർ. കൊട്ടേഷൻ സംഘം മദ്യലഹരിയിലായതാണ് പ്രവാസി വ്യവസായിക്ക് രക്ഷപ്പെടാൻ സഹായമായതെന്ന് മൊഴി. തോക്ക് ചൂണ്ടി തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച വണ്ടൂർ പൂങ്ങോട് സ്വദേശിയായ VP മുഹമ്മദ് അലി എന്ന ആലുങ്ങൽ മുഹമ്മദ് അലിയാണ് അക്രമി സംഘത്തിന്റെ പിടിയിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടത്. ഇന്നോവ കാറിലെത്തിയ സംഘം കോഴിക്കാട്ടിരി പാലത്തിന് സമീപം വെച്ച് തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് അലിയെ ഒറ്റപ്പാലത്തെ വീട്ടിലാണ് താമസിപ്പിച്ചിരുന്നത്. ഇവിടെ നിന്നും ഇറങ്ങിയോടി പ്രദേശത്തെ പള്ളിയിൽ അഭയം തേടിയാണ് രക്ഷപ്പെട്ടത്. താമസിപ്പിച്ച വീട്ടിൽ തെളിവെടുപ്പ് നടത്തിയ പോലീസിന് കൊട്ടേഷൻ സംഘത്തെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭിച്ചതായാണ് വിവരം. അതേസമയം പോലീസ് കസ്റ്റഡിയിലായിരുന്ന മുഹമ്മദ് അലിയുടെ ഡ്രൈവർ തിപ്രഞ്ചി സ്വദേശി ബാബുവിനെ വിട്ടയച്ചിട്ടുണ്ട്. ശനിയാഴ്ച വൈകിട്ട് 6:30യോടെയാണ് അഞ്ചംഗ സംഘം മുഹമ്മദ് അലിയെ തോക്ക് ചൂണ്ടി ഭീഷണിപ്പെടുത്തി കാറിൽ തട്ടിക്കൊണ്ടുപോയത്. സംഭവം നടന്നയുടൻ വ്യാപകമായ അന്വേഷണം ആരംഭിച്ചിരുന്നു. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനാ പ്രകാരം പ്രതികളെയും വാഹനത്തെയും കുറിച്ചുള്ള വിവരങ്ങൾ പോലീസ് ശേഖരിച്ചു വരുന്നതിനിടെയാണ് ഒറ്റപ്പാലത്ത് നിന്നും മുഹമ്മദ് അലിയെ രക്ഷപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മുഹമ്മദ് അലിയുമായി രക്ഷപ്പെട്ട അക്രമി സംഘം ഒറ്റപ്പാലം കോതക്കുരിശിയിൽ ആളൊഴിഞ്ഞ വീട്ടിലായിരുന്നു ഒളിവിൽ താമസിപ്പിച്ചിരുന്നത്. ഇതിനിടെ പല തവണയായി മർദ്ദിക്കുകയും അബോധാവസ്ഥയിലാക്കുന്നതിനുള്ള ദ്രാവകം മുഹമ്മദ് അലിയെ കുടിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് അല്പസമയം മയക്കത്തിലായ മുഹമ്മദ് അലി ഉണർന്നപ്പോൾ അക്രമി സംഘം മദ്യപിച്ച് മയങ്ങിക്കിടക്കുന്നതാണ് കണ്ടത്. ഈ സമയം വാതിൽ തുറന്ന് ഓടി രക്ഷപ്പെട്ട് സമീപത്തെ പള്ളിയിലെത്തി അഭയം തേടുകയായിരുന്നു. പള്ളിയിലുള്ള ആളുകൾ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് മുഹമ്മദ് അലിയെ ഒറ്റപ്പാലം PK ദാസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അക്രമി സംഘത്തിന്റെ മർദ്ദനത്തിൽ മുഖത്തും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും മുറിവേറ്റ നിലയിലാണ്. മുഖത്തും ചുണ്ടിനും സാരമായി പരിക്കേറ്റ മുഹമ്മദ് അലിക്ക് പ്ലാസ്റ്റിക് സർജറി അടക്കം നിർദ്ദേശിക്കുന്നുണ്ട്. നീലഗിരി എരുമാട് കോളേജ് തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട 17 കോടിയുടെ ഇടപാടിൽ പ്രദേശത്തെ ഒരാളുമായി കേസ് നിലവിലുണ്ടായിരുന്നു. ഇതിൽ ഹൈക്കോടതി വിധി പ്രകാരം മുഹമ്മദ് അലിക്ക് 17 കോടി തിരിച്ചു നൽകാൻ വിധി വന്നു. ഇതിനെതിരെയുള്ള അമർഷമാണ് തട്ടിക്കൊണ്ടുപോകലിന് കാരണമായതെന്നാണ് കരുതുന്നത്. ഞായറാഴ്ച നെടുമ്പാശ്ശേരിയിൽ നിന്നും വിദേശത്തേക്ക് പോകാനിരുന്ന മുഹമ്മദ് അലി സ്ഥിരം ഡ്രൈവറുടെ സൌകര്യം മാനിച്ചാണ് ശനിയാഴ്ച തന്നെ പുറപ്പെട്ടത്. ഇതിനിടെയായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. മുഹമ്മദ് അലിയുടെ ഡ്രൈവറും പോലീസ് നിരീക്ഷണത്തിലാണ്. വണ്ടൂർ നിംസ് ഹോസ്പിറ്റൽ, കറുത്തേനിയിലെ ഡക്സ്ഫോർഡ് കോളേജ് അടക്കം സ്വദേശത്തും വിദേശത്തുമുള്ള പല പ്രമുഖ സ്ഥാപനങ്ങളുടെയും ഡയറക്ടർ കൂടിയാണ് അക്രമത്തിനിരയായ മുഹമ്മദ് അലി. തട്ടിക്കൊണ്ടുപോകൽ വാർത്ത പ്രചരിച്ചത് നാട്ടിലും വലിയ ആശങ്ക പടർത്തി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ. തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ്. PAK ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ത്യൻ ബേക്സ്, ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ, മഞ്ചേരി റോഡ്, വണ്ടൂർ. വണ്ടിക്കൂലി വെറുതെയാവില്ല. ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ്. കൃപ ഹോം അപ്ലയൻസസ്, പുലിക്കോട്ടിൽ ആർക്കേഡ്, നടുവത്ത്.